ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബസ്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു. അതായത് നമ്മളെ ബസ്സിൻ്റെ വീഡിയോ, 2 ബസ്സിൻ്റെ Z1 ആൻഡ് Z വീഡിയോ ഞാൻ ഇട്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ അത് കാണാത്തവരെന്തായാലും ചാനലിൽ കയറിയിട്ട് മസ്റ്റായിട്ട് അത് കാണുക. അപ്പോൾ നമ്മളെ രുദ്രയുടെ വർക്ക് സ്റ്റാർട്ടായില്ല ഗൈസ്. രുദ്രന്ന് ഈവനിങ് വർക്കിനായിട്ട് കയറണം അത്രേ. അപ്പോൾ നമ്മളെ മാൻഡിസ് Z1 ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ഇട്ടായിരുന്നു ഗൈസ്, 70% വർക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഫുൾ ശതമാനം 100% വർക്കും കഴിഞ്ഞ് നമ്മളെ ഗ്യാരേജിൽ വന്നിട്ടുണ്ട് നമ്മളെ മാൻഡിസ്. അപ്പോൾ ചാനൽ കണ്ട് എല്ലാവർക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനലിന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ മാൻഡിസിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കാണാം. കിടിലം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഗൈസ് ചെയ്തത്. DX ഗാരേജിൽ നിന്നാണ് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുക്കൻ എന്ന് പറയുന്നത്. നെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെ, പിന്നെ സൈഡിലായിട്ട് DX ഗാരേജിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കിടിലം പോലെ ലിപ്പ്, ഇതിന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ലിപ്പാണ് ഗൈസ്. ഈ ഒരു ഗ്രാഫിക്സും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ലിപ്പ് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്. ഈ ഒരു ലിപ്പ് എന്നല്ല, ഈ ലിപ്പ് വെച്ചിട്ട് നല്ല ലുക്കായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്, ഫ്രണ്ടിലെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ. ഇതാണ് ഈ സൈഡ് ഗ്രാഫിക്സ് ആയിട്ട് വരുന്നത്. സൈഡിലും ക്വാർട്ടർ ഗ്ലാസിൻ്റെ മേലെ ഗ്യാരേജിൻ്റെ ഒരു ലോഗോവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാൻഡിസിന് എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സൈഡിൽ. അതേ ബാക്കിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ്. ഒരു പച്ച ബ്ലാക്ക് വൈറ്റ് ആ ഒരു തീമാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേയും ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ സൈഡിലെ വർക്ക് വരുന്നത്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡിൽ ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഗൈസ്. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ബാക്ക് സൈഡ് കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ആയി ക്യാരക്ടർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ടാണ് ബാക്ക് വർക്ക് വരുന്നത്. ബാക്കിലും പിന്നെ ഒന്നും പറയാനില്ല ഗൈസ്. ബാക്കിൽ എന്തെങ്കിലും ആയിട്ട് മേലെ സ്പോയിലർ പോലത്തെ എന്തെങ്കിലും വെക്കണം എന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ അതിന് ടൈമും കാര്യങ്ങളൊന്നും കിട്ടായിരുന്നില്ല. പിന്നെ അങ്ങനത്തെ സാധനങ്ങളും വെക്കാനും പറ്റൂല. അതാണ് നമ്മളെ ലിപ്പിൻ്റെ കളർ മാറ്റണം. ലിപ്പിൻ്റെ അല്ല, നമ്മളെ വീലിൻ്റെ വീൽ കപ്പിൻ്റെ കളർ മാറ്റണം. അതെന്ന് വെച്ചാൽ ബ്ലാക്കാണ് അടിച്ചത്. ആ ടൈം നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ഗൈസ്. ബസ്സിൻ്റെ ഗ്രാഫിക്സ് വർക്കിൻ്റെ ആ ഒരു തിരക്കിൽ നമ്മൾ വീൽ കപ്പിന് കളർ മാറ്റാൻ ശ്രദ്ധിച്ചില്ല. ബ്ലാക്കിൽ തന്നെ ഉള്ളത്. അപ്പോൾ അത് അടുത്തതായിട്ട് തന്നെ മിക്കവാറും മാറ്റുമായിരിക്കും. അതും ഈ പച്ച കളറാക്കിയിട്ട് ചെയ്യണം എന്നാണുള്ളത്. അപ്പോൾ അത് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ടൊക്കെ ആക്കിയിട്ട് കാണാം. ഇതാണ് ക്യാബിൻ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ബസ്സൊന്ന് കുറച്ച് മുമ്പോട്ടൊക്കെ ആക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്. എന്താ വെളിച്ചത്ത് കാണുമ്പോൾ ഒന്നും കൂടി ലുക്കായിട്ടുണ്ട് ഗൈസ്. ബസ് അത്യാവശ്യം സീനായിട്ട് തന്നെ ഉണ്ട് ഗൈസ്. വർക്കും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ അവിടെ നിന്ന് കാണുമ്പോൾ ഇത്ര വലിയ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല ഗൈസ്. അവിടെ ഒരു ഇരുട് മുറി പോലത്തെ സ്ഥലത്തു നിന്നാണ് ഈ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായത്. അപ്പോൾ ബസ് പുറത്തിറങ്ങിയപ്പോഴാണ് ഗൈസ് ഇതിൻ്റെ ശരിയായ ലുക്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബസ്സിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ കാണിച്ചു തരാം. ഇതാണ് ക്യാബിൻ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ഫുൾ സാധനം കയറ്റിയിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം കിടിലം വർക്ക് തന്നെയാണ് കയറ്റിയിട്ടുള്ളത്. ഇതാണ് ക്യാബിൻ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. മേലെയും ടോപ്പിലും ഉണ്ട്. ഇതാണ് ബസ്സിൻ്റെ ഉള്ളിലെ വർക്കും കാര്യങ്ങളൊക്കെ, ഇൻറ്റീരിയർ വർക്ക്. അത്യാവശ്യം മേലെയും സൈഡിലും എല്ലാം, സീറ്റിൻ്റെ മേലെ എല്ലാം ആയിട്ട് നമ്മൾ ബർത്തിൻ്റെ മേലെ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സബ് വൂഫറിൻ്റെ മേലെയും അതിൻ്റെ കവർ പോലെ ആയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സബ് വൂഫറിൽ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. അതിനൊന്നും ഒരു മുടക്കവും ഇല്ല. ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ഇൻറ്റീരിയറും ക്യാബിനും എല്ലാം വരുന്നത്. ഇതാണ് നമ്മുടെ ചെറുക്കൻ മാൻഡിസ്. അപ്പോൾ ഇനി രുദ്രയാണ് ഗൈസ്. അത് ഇന്ന് ഈവനിങ് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.